ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ട് ഇരട്ടപറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈ അനുരാഗകരിക്കും വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പോ ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ ഈ സിനിമ വരുമ്പോ അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചോളൂ. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്ത് പറയണം. അപ്പൊ അതില് എനിക്കൊന്ന് ചിലപ്പം ബീച്ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ, അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്നൊരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുമ്പള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ട് ഇരട്ടപറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അത് ഒരു ചോയ്സ് ആണോ? അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക, അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല, എന്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായതുകൊണ്ടാണ്. ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ടിരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു. അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഈസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എന്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളൊക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല, പക്ഷെ എന്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേബലൊന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഹണിബി, കിളിബോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. ഇപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ഈ നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ. അപ്പൊ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ടിക്കറ്റൊക്കെ ആ ഒരു പോസ്റ്റർ ഭയങ്കര വൈറലായിരുന്നു. മലയാളത്തിൽ അങ്ങനെ സിക്സ് പാക്ക് ഒക്കെ പോലുള്ള ഒരു ആൾ അത് കുറച്ച് റയർ ആയിരുന്നല്ലോ. അപ്പൊ ഡെൻവർ എപ്പോട്ട് ഓൺ ആയിരിക്കും? ടിക്കറ്റൊക്കെ എപ്പോട്ട് ഓൺ ആകും? ഇപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് 9 months ആണ്. ആ ഷൂട്ടിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരുവത്തിലേക്ക് എത്തും. കാര്യം ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പം അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണം അതിന്. അപ്പൊ അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.